CUET എക്സാം ക്രാക്ക് ചെയ്യുന്നതിനായി നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം CUET എക്സാമിന് 3 സെക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. സെക്ഷൻ 1 ലാംഗ്വേജ് ഉണ്ട്, സെക്ഷൻ 2 ഡൊമൈൻ സബ്ജക്റ്റും, സെക്ഷൻ 3 ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ലാംഗ്വേജിൽ എല്ലാവരും മിക്കവാറും ഇംഗ്ലീഷ് ആയിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക. ഡൊമൈനിൽ നിങ്ങൾ സയൻസുകാരും കൊമേഴ്സുകാരും ഹ്യൂമാനിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ വ്യത്യസ്ത ഡൊമൈൻ സബ്ജക്റ്റുകളായിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക. ഒരാൾ 3, 4, 2, 3 ചൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റിൽ നമുക്ക് വരിക ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ലോജിക്കൽ റീസണിങ്ങിന്റെയും ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അങ്ങനെ ഒരാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പേപ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 5 പേപ്പറാണ്. അപ്പോൾ നിങ്ങൾ 3, 4 എണ്ണവും അല്ലെങ്കിൽ ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷും മാത്രം ചൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരും എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. ദാറ്റ് ഈസ് ടോട്ടലി ഫൈൻ എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ലാംഗ്വേജും അതുപോലെ തന്നെ ഡൊമൈനും ജനറൽ ടെസ്റ്റും പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത്. അതിനു മുമ്പായി എക്സാമിന്റെ ഒരു രൂപം പെട്ടെന്ന് പറഞ്ഞു പോവാം. നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ പേപ്പറിലും ഉണ്ടാവുക. 60 മിനിറ്റ് ടൈം ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരു ഉത്തരം ശരിയാക്കി കഴിഞ്ഞാൽ 5 മാർക്കും, തെറ്റിച്ച് കഴിഞ്ഞാൽ -1 നെഗറ്റീവ് മാർക്കിംഗ് ആണ് ഉണ്ടാവുക. 1 മാർക്ക് നഷ്ടപ്പെടും. ആ രൂപത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഒരു ഉത്തരം ശരിയാക്കി കഴിഞ്ഞാൽ 5 മാർക്കായിരിക്കും. അപ്പോൾ ഒരു പേപ്പറിലെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 50 × 5 250 മാർക്കിലായിരിക്കും എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും മാസ്റ്റർ ചെയ്ത് പോകേണ്ടത്, എങ്ങനെ പഠിച്ചു പോകാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒഫീഷ്യൽ സൈറ്റിലാണ് പോകേണ്ടത്. CUET.NTA.NIC.in എന്നുള്ള സൈറ്റിൽ പോവുക. അതിൽ സിലബസ് എന്നുള്ള സെക്ഷനിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ PDF ആയിട്ട് സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഡൊമൈൻ സബ്ജക്റ്റുകൾ നിങ്ങൾ മാസ്റ്റർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡൊമൈൻ സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കേണ്ടത്, ഒരുങ്ങേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്കറിയാം സിലബസ് നോക്കുന്ന സമയത്ത് ഏതൊക്കെ ചാപ്റ്ററുകൾ നിങ്ങൾ പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ, ഒരു ഓവർവ്യൂ, അതിൽ എന്തൊക്കെ ഭാഗങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുള്ളത് നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അപ്പോൾ ഓരോ ചാപ്റ്ററും എടുക്കുക. ഓരോ ചാപ്റ്ററും എടുത്തിട്ട് നിങ്ങളിപ്പം എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, കോച്ചിങ്ങിൽ ജോയിൻ ചെയ്ത് മെൻറ്റർഷിപ്പോട് കൂടെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ചാപ്റ്ററിലെ കോൺസെപ്റ്റുകൾ ക്ലിയർ ആവുക, നോളജ് ലെവൽ നിങ്ങൾ ഓക്കെ ആവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കോച്ചിങ്ങിൽ ജോയിൻ ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ക്ലാസ്സസ് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഡൊമൈൻ സബ്ജക്റ്റുകൾ +2 NCERT ഭാഗത്തു നിന്നായിരിക്കും ചോദിക്കുക. +1 ഇല്ല, +2 മാത്രമേ ഉള്ളൂ. അപ്പോൾ NCERT പുസ്തകങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും കോൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങളത് വായിക്കണം എന്നുള്ളതാണ്. അത് വേർഡ് ബൈ വേർഡ്, ലൈൻ ബൈ ലൈൻ വായിച്ചു പോകണം. NCERT പുസ്തകങ്ങളുടെ സൈഡിലുള്ള ബോക്സുകളിലടക്കമുള്ള ഭാഗങ്ങളിൽ നിന്ന് വരെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഒന്നും മിസ് ചെയ്യരുത് ആ ചാപ്റ്ററിൽ നിന്നും. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് NCERT റീഡിങ് എന്നുള്ളത്, വേർഡ് ബൈ വേർഡ്, ലൈൻ ബൈ ലൈൻ. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് കോൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്തു, പിന്നെ അതുപോലെ തന്നെ NCERT പുസ്തകങ്ങളും വായിക്കുന്നു. ഇനി ക്ലാസ്സുകളിൽ നിന്ന് തരുന്ന ക്ലാസ് നോട്ടുകളും അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് നോട്ട്സ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനേക്കാളും ഏറ്റവും കൂടുതൽ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു നോട്ട്സിനേക്കാളും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മളൊരു ക്ലാസ് കേട്ടു, എന്നിട്ട് അതിനുശേഷം നമ്മൾ തന്നെ സ്വന്തമായിട്ട് നമ്മുടെ കൈപ്പടിയിൽ അല്ലെങ്കിൽ കൈയക്ഷരത്തിൽ നമ്മൾ നോട്ട്സ് കളർഫുൾ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കളർ പേന ഉപയോഗിച്ചിട്ടോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും റിമെമ്പർ ചെയ്യാനും അതുപോലെ തന്നെ റിറ്റൻഷനും അതുപോലെ റീകോളിങ്ങിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുക നമ്മുടെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട്സ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. കാര്യം നമ്മുടെ കൈയക്ഷരവും നമ്മുടെ ബ്രെയിനുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളത് ഓർക്കാൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് കോൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്തു, അതുപോലെ തന്നെ NCERT പുസ്തകവും കൂടെ വായിക്കുന്നു, ഒന്നും വിടാതെ. അതുപോലെ തന്നെ നോട്ട്സ് വെച്ചിട്ട് റിവിഷനും കൂടെ ചെയ്യുന്നു. പിന്നെ ആ ചാപ്റ്ററിന് ചോദിച്ചിട്ടുള്ള കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. സ്വാഭാവികമായിട്ടും സെൽഫായിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല. മോഡൽ ക്വസ്റ്റ്യൻസിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങൾ 45ഓളം, ഇപ്പോൾ മെൻറ്ററിൻ്റെയൊക്കെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 45ഓളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോ ചാപ്റ്ററിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓരോ ക്ലാസ് കഴിയുന്ന സമയത്ത് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ആപ്പിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ആദ്യം കോൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്യുക, നോട്ട്സ് ഉണ്ടാക്കുക, NCERT പുസ്തകങ്ങളോട് വായിക്കുക, ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാക്കുക. അതിനുശേഷം ആ ചാപ്റ്റർ എന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ എന്നുള്ള ഫോർമാറ്റിൽ ഒരു ഉത്തരം ശരിയാക്കി കഴിഞ്ഞാൽ 5 മാർക്കും, തെറ്റിച്ച് കഴിഞ്ഞാൽ -1 നെഗറ്റീവ് മാർക്കും എന്നുള്ള സ്വഭാവത്തിലുള്ള ആ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യുന്ന സമയത്ത് ആ ചാപ്റ്റർ നിങ്ങൾ കവർ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ചാപ്റ്റർ നിങ്ങൾ ക്ലിയർ ചെയ്ത് പോവുക. ഇനി ആ സബ്ജക്റ്റിലെ എല്ലാ ചാപ്റ്ററും കഴിയുന്ന സമയത്ത് നിങ്ങൾ 3 മുതൽ 5 വരെ മോക്ക് ടെസ്റ്റുകളും കൂടെ ഫുൾ ലെങ്ത്തിലുള്ള മോക്ക് ടെസ്റ്റും കൂടെ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് മോക്ക് ടെസ്റ്റ്? മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് എക്സാം ഹാളിൽ പോയിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ എക്സാം ഹാളിൽ പോയിട്ട് കമ്പ്യൂട്ടറിൽ മോണിറ്ററിൽ നിങ്ങൾക്ക് എന്ത് വരും, ക്വസ്റ്റ്യൻസ് തെളിഞ്ഞു വരും. ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ എന്നുള്ള ഫോർമാറ്റിൽ. അപ്പോൾ 50 ക്വസ്റ്റ്യൻസും 60 മിനിറ്റ് ടൈമും ഒരു ഉത്തരം ശരിയാക്കി കഴിഞ്ഞാൽ 5 മാർക്കും -1 നെഗറ്റീവ് മാർക്കിംഗ് എന്നുള്ള ഫോർമാറ്റിൽ ആ ക്വസ്റ്റ്യൻസ് വരും. അതേ രൂപത്തിൽ
നിങ്ങളുടെ റിയൽ എക്സാമിൻ്റെ റെപ്ലിക്കയാണ് മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ടെസ്റ്റുകളും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ക്ലാസ് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നോട്ട്സ് നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടോ എന്നുള്ളതല്ല, എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യുന്നു അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ 5ഓളം മോക്ക് ടെസ്റ്റുകളും ഈസി, മോഡറേറ്റ്, ഡിഫിക്കൽട്ടി ലെവലുള്ള മോക്ക് ടെസ്റ്റുകളും ചെയ്യുന്നതോടുകൂടെ നിങ്ങൾ ആ ചാപ്റ്റർ നിങ്ങൾ തറവായിട്ട് മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി ഏതൊക്കെ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡൊമൈൻ സബ്ജക്റ്റുകളിൽ നിന്നും വരിക എന്നുള്ളത് നോക്കാം. അതായത് ഫസ്റ്റ് ആയിട്ട് വരിക എന്ന് പറയുന്നത് സിംഗിൾ കറക്റ്റ് MCQ, ദ വൺ റൈറ്റ് ആൻസർ ഫ്രം 4 ഓപ്ഷൻസ്. അതായത് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ റൈറ്റ് ആയിട്ടുള്ള ഉത്തരം ചൂസ് ചെയ്യാനുള്ളതായിരിക്കും. പിന്നെ മൾട്ടി സ്റ്റേറ്റ്മെന്റ് MCQ ഉണ്ടാവും. അതായത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആ ഓപ്ഷനിൽ 2 ഓപ്ഷൻസ് അതിൽ കറക്റ്റ് ആയിരിക്കും. അപ്പം എയും ബിയും കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബിയും സിയും കറക്റ്റ് ആയിരിക്കും. അങ്ങനെ മൾട്ടി സ്റ്റേറ്റ്മെന്റ് MCQ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഇത് ഞാൻ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തുകൊണ്ടാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഏതൊക്കെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് പറയുന്നത്. അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവും. അതായത് ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തന്നുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ളത് മാച്ച് ചെയ്യാനുള്ള സ്വഭാവത്തിലുണ്ടാവും. അതുപോലെ തന്നെ കറക്റ്റ് സീക്വൻസ് ഓർ ഓർഡർ എന്നുള്ള രൂപത്തിൽ ലോജിക്കൽ ആയിട്ടുള്ള രീതിക്ക് കാര്യങ്ങളെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇത് അസേർഷൻ റീസണിങ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു കേസ് അല്ലെങ്കിൽ ഒരു ഡാറ്റ, ഒരു ഫിഗർ തന്നുകൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിൽ ഡൊമൈൻ സബ്ജക്റ്റിൽ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഞാനൊരു ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒരു കൺട്രോളിംഗ് ഉള്ള ഒരു ചാപ്റ്റർ 8 ഒരു ഭാഗമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബോക്സ് അടക്കം നിങ്ങൾ വിടരുത്, ഇവിടെ അടക്കം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ NCERT പുസ്തകത്തിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യുക, എന്നിട്ട് നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ പുസ്തകം എന്ന് പറയുന്നത് നിങ്ങൾ എടുത്തു വെക്കാനുള്ളതല്ല, പുസ്തകം എന്ന് പറയുന്നത് മാക്സിമം യൂസ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. ഈ മാർജിൻസിലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് നോട്ട്സ് നിങ്ങൾക്ക് തിരിയാവുന്ന രൂപത്തിൽ നോട്ട്സ് എഴുതാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ. നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ നിങ്ങളെ സഹായിക്കുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻ ആയിരിക്കണം ഡൊമൈൻ സബ്ജക്റ്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ടിലോട്ട് ഫുൾ മാർക്കും വാങ്ങിക്കൊണ്ട് എത്താൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഓൾ ഇന്ത്യ റാങ്കുകൾ ഞങ്ങളുടെ സ്റ്റുഡൻസ് ആയിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. ബയോളജിയിൽ ഓൾ ഇന്ത്യ റാങ്ക് ഞങ്ങളുടെ കുട്ടിയായിട്ടുള്ള കല്യാണിക്കായിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഓൾ ഇന്ത്യ റാങ്ക് 15 ലക്ഷം കുട്ടികളിൽ 1 റാങ്ക് ഞങ്ങളുടെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള നിവേദക്കുമായിരുന്നു. അതുപോലെ ഈ കാണുന്നത് പോലെ 100-ലധികം കുട്ടികൾ പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇഫ് ദേ ക്യാൻ ഡു ദാറ്റ് യു ക്യാൻ ഓൾസോ ഡു ദാറ്റ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കടന്നു പോയിട്ടുള്ള സെയിം പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് ഇംഗ്ലീഷിന് തയ്യാറെടുക്കേണ്ടതെന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഐ ബട്ടണിലായിട്ട് കൊടുക്കാം, അത് അവിടെയും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ജനറൽ ടെസ്റ്റ് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ജനറൽ നോളജ് ആയിക്കോട്ടെ, കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, ബേസിക് മാത്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, ലോജിക്കൽ റീസണിങ് ആയിക്കോട്ടെ, ഏത് സ്വഭാവത്തിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പം ക്രാഷ് ബാച്ചിൻ്റെ ഫീസ് വരുന്നത് 8,500 ആണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5,999 ജോയിൻ ചെയ്യാം. ഫീസ് വരുന്നത് 5,999 ആണ്. അപ്പോൾ 7909228688 എന്നുള്ള നമ്പറിലായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാം. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും മതി. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൾട്ടീസ് ആണ് നിങ്ങളുടെ ക്ലാസ്സസ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഡെയിലി ലൈവ് സെഷൻസ് ആണ് ഉണ്ടാവുക. ഓരോ ദിവസവും നമുക്ക് മിനിമം 3 മണിക്കൂറിൻ്റെ ലൈവ് സെഷൻസ് ഉണ്ടാവും. അഥവാ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്കഷനും ചാപ്റ്റർ വൈസ് ടെസ്റ്റുകളും പേഴ്സണൽ മെൻറ്റേഴ്സും നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള കംപ്ലീറ്റ് ക്ലാസ്സസും മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റും മെൻറ്റർഷിപ്പുമാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ, ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ, ഡൽഹി യൂണിവേഴ്സിറ്റി പോലെ, ജാമിയ മില്ലിയ ഇസ്ലാമിയ പോലെ, JNU പോലെ, അല്ലെങ്കിൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയും ഇഫ്ലുവും പോണ്ടിച്ചേരിയും പോലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്താൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.